ഫെബ്രുവരി മാസം തുടങ്ങിയിട്ടും തണുപ്പിലൊട്ടും തന്നെ കുറവില്ല കേട്ടോ. ജനുവരി ഒരു ലാസ്റ്റൊക്കെ ആയപ്പം ചെറുതായിട്ടൊരു കുറവുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല തണുപ്പ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം തണുപ്പ് തുടങ്ങിയാൽ പിന്നെ ഞാൻ നടക്കലൊന്നും ഉണ്ടായിരുന്നില്ല. തണുപ്പിന് മുമ്പ്, തണുപ്പ് തുടങ്ങുന്നതിൻ്റെ ഒരു മുമ്പൊക്കെ ഞാൻ ടെറസിലൂടെ രാവിലെ ഒരു അരമണിക്കൂറൊക്കെ നടക്കാറുണ്ടായിരുന്നേ. അപ്പം തൈറോയ്ഡ് ഉള്ളതിനെ കൊണ്ട് തന്നെ ഇപ്പോൾ നോർമലാണ്. പക്ഷേങ്കിൽ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും തൈറോയ്ഡ് നോർമലാണെന്ന് വിചാരിച്ചിട്ട് രാവിലെ വ്യായാമം ചെയ്യണം. അത് ചെയ്താൽ മാത്രമാണ് നമുക്കിത് മെഡിസിനൊന്നും ഇല്ലാതെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ ഇനിയും തണുപ്പാന്ന് വിചാരിച്ചിരിക്കണ്ടെന്ന് വിചാരിച്ച് ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എണീറ്റ് നടന്നതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പുറത്ത് പോകണ്ട, അകത്തുനിന്ന് നടന്നു എന്ന് പറഞ്ഞത്. പക്ഷേ എങ്കിൽ എനിക്ക് അകത്തുനിന്ന് നടക്കാൻ എന്തോ പോലെയായിട്ട് ഞാൻ വേഗം പുറത്തിറങ്ങി ഒരു ഷോളൊക്കെ പുതച്ചിട്ട് നടക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് ഏട്ടന് ലീവുള്ള ദിവസവും അതേപോലെ തന്നെ ജനറൽ ഷിഫ്റ്റ് അല്ലാത്ത ദിവസമൊക്കെ പുറത്തേക്ക് പോകാറുണ്ടായിരുന്നേ. ഇവിടുത്തെ ചെറിയ ചെറിയ വഴികളിലൂടെയൊക്കെ പോയാൽ ഇവിടുത്തെ നല്ല അടിപൊളി ഗ്രാമം കാണാം. ഒത്തിരി കൃഷികളും അതേപോലെ തന്നെ കുറച്ചും കൂടെ ഉള്ളോട്ട് പോയാൽ ഞങ്ങൾ ഈ ഒരു ക്വാർട്ടേഴ്സിൻ്റെ പുറകു വശത്തേക്കൊക്കെ പോയാൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടും അതേപോലെ നമ്മുടെ ക്രിസ്മസിനൊക്കെ പുൽക്കൂട് ഉണ്ടാക്കുന്ന പോലത്തെ ആ പുല്ല് വെച്ചിട്ടുള്ള വീടും അതേപോലെ തന്നെ വലിയ കൃഷി സ്ഥലമായിരിക്കും. അതിൻ്റെ നടുവിലായിട്ടൊരു കുഞ്ഞു വീടിനോട് തൊട്ട് തന്നെ ഒരു പശുവിനൊക്കെ കെട്ടുന്ന ഒരു ആലയുണ്ടാവും. പിന്നെ സൈഡിലായിട്ട് ചെറിയൊരു കിണറുണ്ടാവും. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൃഷികളൊക്കെ ഉണ്ടാവും അവിടെ ചുറ്റുമായിട്ട്. അധികം ഉണ്ടാവുക ഈ നമ്മുടെ എന്താ പാലച്ചീര, അതേപോലെ തന്നെ മേത്തി, പിന്നെന്താ വെണ്ട പോലത്തെ എന്താ പറയുക ശിങ്കാന്നോ അങ്ങനെ എന്തോ പറയും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല രസമാണ് കാണാൻ. അങ്ങോട്ടേക്ക് പോയാൽ പിന്നെ എല്ലാ വീട്ടിലും പശു ഉണ്ടാവും. 2, 3, 4 ഒക്കെ പശു ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പം കുറേ ആയി അതിനൊന്നും. തണുപ്പ് തുടങ്ങിയാൽ പിന്നെ പോയിട്ടേ ഇല്ല. പിന്നെ ഏട്ടൻ രാവിലെ ലീവുള്ള ദിവസം ക്രിക്കറ്റ് കളിക്കാനും പോവും. ആദ്യം ഇവിടെ ക്രിക്കറ്റ് കളിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ക്രിക്കറ്റൊക്കെ തുടങ്ങിയതിനെ കൊണ്ട് ഏട്ടൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതിനെ കൊണ്ട് എങ്ങോട്ടും രാവിലെ പോവാറില്ല. രാവിലെ നല്ല രസമാണ് വരുമ്പോൾ മുരിങ്ങയിലൊക്കെ പറിച്ചിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇപ്പം രാവിലെ ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 7 മണി ആയിട്ടും നല്ല തണുപ്പുണ്ട്. തണുപ്പിനെക്കാട്ടും കൂടുതൽ കാറ്റാണ്. കാറ്റ് വരുമ്പോഴാണ് ചെവിയൊക്കെ അങ്ങ് അടഞ്ഞു പോവുക. ഇനിയിപ്പോൾ അകത്തേക്ക് പോയിട്ട് രാവിലത്തെ പരിപാടിയൊക്കെ നോക്കണം. ഞാനാകെ 10 മിനിറ്റേ നടന്നിട്ടുള്ളൂ. ഇങ്ങനെ കിടന്നുറക്കാൻ എണീറ്റ് ഞാൻ 1 മണിക്കൂർ നടന്നിട്ട് വരുന്ന ടെറസിൽ. ഞാൻ മാറ്റും. ഇവിടെ നല്ല കേട്ടു ഞാൻ അവിടെ വെച്ചേ. ഇവിടെ ഞാൻ ഇതുണ്ടായിനെ ഒരു ഉള്ളി എടുത്തരട്ടെ അതിൻ്റെ കൂടെ. ഉള്ളി
ഇന്നലൊക്കെ നല്ല കട്ട പിടിച്ചിട്ടുണ്ട്. ഞാൻ എന്നാലും ഒരു ഗിവ് ഓന് ഫോർവേഡ് ചെയ്തേ. ഇപ്പൊ കിട്ടുന്നു നോക്കിയിരുന്നു. ഞാനും ചേട്ടൻ തരും. ഞങ്ങൾക്ക് തരും. ഇനിയിപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ നോക്കണം. ഞാൻ വിചാരിച്ചു ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ദോശയും കടലക്കറിയും ആക്കാമെന്ന്. അപ്പോൾ കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കടലയൊക്കെ ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ഉള്ളിയും തക്കാളിയും പച്ചമുളകും മുറിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നിട്ട് ഇതിലേക്ക് തേങ്ങ ചേർക്കണം. ഇപ്പോൾ തേങ്ങയ്ക്ക് ആദ്യം വില കൂടിയിട്ടോ. ഇന്നലെ ഏട്ടൻ തേങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ 300 രൂപ. ഒരു തേങ്ങയ്ക്ക് 30 രൂപ, 35 പറഞ്ഞത്. പക്ഷേങ്കിൽ ഏട്ടൻ കുറച്ച്, നിങ്ങൾ എപ്പോഴും വാങ്ങുന്ന കടയെ കൊണ്ട് അവർ 30 രൂപയ്ക്ക് തന്നു. 30 രൂപയ്ക്ക് 10 എണ്ണം വാങ്ങി 300 രൂപ. 300 രൂപ എന്നേട്ടന് 250 അപ്പോഴേക്ക് എന്നെ ആ പിടിയക്കാരൻ്റെ മുഖമൊക്കെ അങ്ങ് ദേഷ്യം വന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും 250 രൂപയ്ക്ക് 10 തേങ്ങ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കണം, തേങ്ങേൻ്റെ കൊണ്ടുള്ള അധിക പരിപാടികളൊന്നും വേണ്ടാന്ന്. അങ്ങനെ ഞാൻ ഈ ഒരു കുക്കറിൽ ആക്കിയിട്ട് തന്നെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ കടല മുമ്പ് ഞങ്ങൾ ഡിമാർട്ടിൽ പോയപ്പോൾ ഞാൻ കടല വാങ്ങിച്ചത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഭാഗമാണത്. അടിയിൽ മൊത്തം ഉപ്പ് പൊടിയായതിനെ കൊണ്ട് അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് കഴിക്കാൻ പറ്റൂല. അന്ന് ഞാൻ കടല വറുത്തെടുക്കുമ്പം കുറച്ച് കരിഞ്ഞും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് ഒഴിച്ചിട്ട് ആ പ്ലേറ്റൊക്കെ ഒന്ന് കഴുകി വെക്കണം. പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ ഇന്നലെ രാത്രി ചോറാണ് കഴിച്ചത്. ഞാൻ ചപ്പാത്തി ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അയ്യ തൈര് ഞാൻ ബാക്കി വന്നത് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ദോശേൻ്റെ പരിപാടി നോക്കണം. പിന്നെ ഈ ഒരു കടലേൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ കാലിങ്ങനെ വിരലിങ്ങനെ ഭയങ്കര തണുപ്പായതിനെ കൊണ്ട് ഞാൻ കാലിലൊന്നും എണ്ണ തേക്കാറില്ല. എനിക്ക് ഇഷ്ടമല്ല കാലിലൊന്നും എണ്ണ തേക്കുന്നത്. അപ്പം ഇന്നലെ രാത്രി കാലിലൊക്കെ ആയിട്ട് എണ്ണ തേച്ചത് കാലിങ്ങനെ കാലിൻ്റെ വിരലിൻ്റെ ഒക്കെ അറ്റല്ലേ നമ്മളെ നഖത്തിൻ്റെ വട്ടത്തിലായിട്ട് ഇങ്ങനെ വിണ്ട് വന്നിട്ട് ഇങ്ങനെ മുറിയുക. ആ ഒരു നുള്ള് ഒരു കുത്ത് പോലത്തെ മുറിയാണെങ്കിലും അതിനെന്തൊരു വേദനയാണെന്നറിയോ. വലിയ മുറിവിനെക്കാട്ടും അപ്പുറത്തെ വേദനയാണ് അതിനുള്ളത്. അപ്പം ഞാനിങ്ങനെ തേങ്ങ ലാസ്റ്റായ തേങ്ങ എടുക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കടലയ്ക്ക് ഇന്ന് ഈ തേങ്ങ എന്നൊന്ന് രാഗി എടുക്കാതെ. ഫ്രിഡ്ജിൽ വെച്ചതിനെ കൊണ്ട് നല്ല തണുപ്പുള്ളതിനെ കൊണ്ടുവന്ന് തോന്നുന്നു അത് രാഗിയിട്ട് അങ്ങോട്ട് വരുന്നില്ല. അപ്പം ഈ 2 മുറിയിലുള്ള കുറച്ച് തേങ്ങ കുറച്ചായിട്ടുള്ള തേങ്ങ ഫുള്ള് രാഗി എടുത്തിട്ട് അത് ഇന്ന് കടലക്കറിയിലേക്ക് ഇടാൻ വിചാരിച്ചു. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് ഇന്നലെ നമ്മുടെ കാബേജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തൈറോയ്ഡൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ കാബേജ് അങ്ങനെ ഇവിടെ വാങ്ങിക്കാറില്ല. പിന്നെ ഇപ്പം നോർമലൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കാബേജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് സാമ്പാർ വെക്കുന്നു. സാമ്പാർ വെച്ചിട്ട് ഒത്തിരി നാളായി. അപ്പം വിചാരിച്ചു ഇന്ന് സാമ്പാറും വെക്കുക, കാബേജിൻ്റെ ഉപ്പേരി ആക്കുക, പിന്നെ ഒരു കക്കിരി ഉണ്ട് അതേട്ടന് മുറിച്ച് കൊടുക്കുക, പിന്നെ അച്ചാറും തൈരും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആക്കിയിട്ട് ഏട്ടന് കൊടുത്തു വിടാൻ വിചാരിച്ചു. അപ്പോൾ രാഗി ഇത്രയൊക്കെ പറ്റുന്നുള്ളൂ കേട്ടോ. ബാക്കി എനിക്ക് പറ്റുന്നില്ല. എനിക്ക് കയ്യേ ഇല്ലെങ്കിൽ ഇങ്ങനെ തേങ്ങേൻ്റെ ലാസ്റ്റ് രാഗാൻ ഇഷ്ടമില്ല. അങ്ങനെ തേങ്ങ രാഗി വെച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഇതൊന്ന് വറുത്തെടുക്കണം എന്നുള്ളത്. ഞാൻ വേഗം അത് ജാറിലേക്കിട്ട് പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ഇതൊന്ന് വറുത്തെടുക്കണമല്ലോ. അപ്പോൾ ജാറിൽ നിന്നെല്ലാം പുറത്തേക്ക് എടുത്ത് ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് അതിൽ ചെറിയൊരു കഷ്ണം പട്ടയും കൂടെ ചേർത്തിട്ടാണ് ഞാനത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു രസമായിരിക്കും. പിന്നെ ഞാൻ ഈ ഒരു ബോട്ടിൽ ഒഴിച്ച് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ അതും കൂടെ കുറച്ച് അതിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു കൊളാബറേഷൻ ചെയ്തിട്ട് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ഓയിൽ ബോട്ടിലും. അങ്ങനെ കുറച്ച് ഞാൻ അന്ന് കാണിച്ചു തന്നിട്ടില്ല. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായതും യൂസ്ഫുള്ളായും തോന്നിയതും ഈ ഒരു ഓയിൽ ബോട്ടിലാണ് കേട്ടോ. ഞാൻ കുറേ ആയി വിചാരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങിക്കണമെന്ന്. പ്ലാസ്റ്റിക്കിൻ്റെതാകുമ്പോൾ അല്ലേ
ഞാനിങ്ങനെ അടുക്കളയിലുള്ള തേങ്ങയൊക്കെ അരച്ച കൈ കൊണ്ട് ഓരോരോ കൈ കൊണ്ടൊക്കെ പിടിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അഴുക്കായിട്ട് പിന്നെ ഞാനത് സോപ്പിട്ട് കഴുകുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരുമാതിരി പശ പോലെ പറ്റിക്കൊടുക്കും, പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പീൻ്റെ അകത്തൊക്കെ ഉള്ള വെളിച്ചെണ്ണ അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു വാങ്ങണമെന്ന് കുറേ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കിതിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ തേങ്ങ അങ്ങനെ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വറുത്ത് നല്ലോണം ഒന്നും വറുക്കൂല, ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നവരെ. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് വേണം അടുപ്പിൽ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ദോശ ഏട്ടന് ഇങ്ങനെ നേർത്ത ദോശയാണ് ഇഷ്ടം. പക്ഷേ എങ്കിൽ നേർത്ത ദോശയാകുമ്പം വലുതാക്കി ചുടുമല്ലോ, വലുതാക്കി ചുടുമ്പോൾ 2 എണ്ണമൊക്കെ തിന്നത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കട്ടിയിൽ കുഞ്ഞൊരു നല്ല റൗണ്ടായിട്ടുള്ള ദോശ ചുട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ ആക്കി കൊടുക്കുക. നെയ്യൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നെയ്യ് കൊണ്ട് തന്നോലോടെ എന്നെ ഒന്ന് പറയണേ, കുറച്ചും കൂടെ കൊണ്ടുത്തരാനെന്ന്. അപ്പോൾ അത് ബീഹാറിലൊക്കെയുള്ള ആരോ കൊണ്ടു കൊടുത്തു, അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല നെയ്യായിരുന്നേ. അപ്പോൾ സൗന്ദര്യ ഹേമയൊക്കെ ഇവിടെ വന്നപ്പോൾ ഞാൻ ദോശ ഇട്ടപ്പോൾ ഈ നെയ്യ് അതിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിത് ഇടുന്ന് കിട്ടിയത് ഇതിന് നല്ല മണമുണ്ടല്ലോ. അവരെ വീട്ടിൽ തന്നെ ഉണ്ടാക്കല, നമ്മളെ പാലിൻ്റെ പാട എടുത്ത് വെച്ചിട്ട് അത് പിന്നെ എന്തൊക്കെയോ ആക്കിയിട്ട് അത് നെയ്യ് ഉണ്ടാക്കിയത് എനിക്കറിയില്ല. എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കിയത് ഞാൻ എപ്പോഴും പാട എടുത്ത് വെക്കും, പിന്നെ എടുത്ത് വെച്ച് 2-3 ദിവസം എടുത്ത് വെക്കും, പിന്നെ എന്നോടങ്ങ് മറന്നു പോകും ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള കാര്യം. അപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചെടുത്ത് വെച്ചിട്ട് വേണം ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട്. അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കലാണ്. അങ്ങനെ ഇതാ തേങ്ങ അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയൊന്നും ആവലില്ല, അത് കുറച്ചധികം അങ്ങായിട്ട് വറുത്ത് പോയിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഇതൊന്ന് തണിഞ്ഞിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. പിന്നെ ദോശ ചൂടണം. അപ്പോഴത്തേക്ക് നച്ചു എണീറ്റിട്ടുണ്ട് കേട്ടോ. എണീറ്റപ്പോൾ അവളെ ഞാനൊന്ന് തൊട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ടിൽ കിടന്നാൽ കുറച്ച് ഉറങ്ങല്ല, വെറുതെ കിടന്നിട്ട് ഇങ്ങനെ ആടുകയാണ്. ടി വിയിൽ പാട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് സമയം അതൊക്കെ നോക്കിയിട്ട് അങ്ങ് കിടന്നോളും. പിന്നെ ഇതിലേക്ക് പിന്നെ ഞങ്ങൾ അടുത്ത ആഴ്ച അറിയും കേട്ടോ, ഫെബ്രുവരി 15 ഉള്ളിൽ അറിയും ഞങ്ങൾ ഇവിടുന്ന് പോസ്റ്റിങ് എങ്ങോട്ടാണ്, പോസ്റ്റിങ് പോകുന്നുണ്ടോ, പോകുന്നത് എങ്ങോട്ടാണ് എന്നൊക്കെ. അപ്പോൾ ഒരാഴ്ചയേ ഉള്ളൂ അല്ലേ, അത്രയും കൂടെ കാത്തു നിന്നാൽ മതി അറിയാൻ. അതറിഞ്ഞിട്ട് നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചത്, അല്ലാണ്ട് നാട്ടിൽ പോയിട്ട് കാര്യമില്ല. ചിലപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നിട്ടാണ് ഇത് അറിയുന്നതെങ്കിൽ പിന്നും നാട്ടിലേക്ക് എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടും വരേണ്ടി വരുമല്ലോ. പുതിയ സ്ഥലത്തേക്ക് പോകുമ്പം ക്വാർട്ടേഴ്സ് ഇവിടുന്ന് ഒഴിവായി കൊടുത്ത് പിന്നെ 10 ദിവസം ഉണ്ട്, 10 ദിവസത്തെ ലീവ് കിട്ടും. ആ ടൈമിൽ നാട്ടിൽ പോകും. പക്ഷേ ഒരുമിച്ച് നമുക്ക് പുതിയ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. ഏട്ടൻ പോയിട്ട് അവിടെ പുതിയ ക്വാർട്ടേഴ്സൊക്കെ ശരിയാക്കിയ ശേഷമാണ് ഞാൻ പോവാറുള്ളത്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു എല്ലാവരും പോവാറുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ 1 മാസത്തോളം ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണം. അതിനായിട്ട് എന്തായാലും സമ്മതിക്കില്ല ഇവിടെ ഒറ്റയ്ക്ക്. എനിക്ക് പേടിയാവും ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നാട്ടിലേക്ക് അങ്ങ് പോവും. ഇനിയായിട്ട് പുതിയ ക്വാർട്ടേഴ്സൊക്കെ ശരിയായിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ഒത്തിരി സമയം എനിക്ക് PSCൻ്റെ ക്ലാസ്സിന് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് പറ്റുമെന്നൊന്നും അറിയില്ല, എന്തായാലും ശ്രമിക്കണം. അങ്ങനെ ഇപ്പം ഞാൻ ദോശ ചുടാനുള്ള പരിപാടിയാണ് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം രാത്രി ഞാൻ കുറച്ച് നേരത്തെ ഈ ഒരു ദോശേൻ്റെ മാവ് അരച്ച് വെച്ചതിനെ കൊണ്ട് തന്നെ ഇത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ദോശയ്ക്ക് നല്ലൊരു സോഫ്റ്റായിട്ടുള്ള ദോശയായിരുന്നു, നല്ല പതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിനി ഓരോന്നായിട്ട് ചുട്ടെടുക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ്റെ സോക്സ് എവിടെ, ബനിയൻ എവിടെ, പാൻ്റ് എവിടെയെന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അലക്കി കൊണ്ടുവച്ചിട്ട് എല്ലാം വേറെ എടുത്ത് വയ്ക്കാണ്ട് ഒരുമിച്ച് മടക്കി വെച്ചതായിരുന്നു. അപ്പം ഓരോന്ന് എടുത്ത് കൊടുക്കണം. ഞാൻ എന്താ കുഞ്ഞ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ആക്കിയിട്ട് അങ്ങനെ ആക്കുമ്പം നല്ല രസമായിരിക്കുമല്ലോ തിന്നാൻ വേണ്ടിയിട്ട്. ഏട്ടന് ദോശ ഇഡ്ഡലി അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. തരിപ്പുട്ടായാലും ഗോതമ്പിൻ്റെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ അരിപ്പൊടീൻ്റെ പുട്ടായാലൊക്കെ വലിയ ഇഷ്ടമാണ്. ദോശ ഇഡ്ഡലിയൊന്നും അങ്ങനെ ഇഷ്ടമല്ല. ഉപ്പുമാവ് തീരെ ഇഷ്ടമല്ല. ഇന്നലെ വൈകുന്നേരം ഞാൻ എന്താക്കുക ചിന്തിച്ച് ഞാൻ ഏട്ടനോട് വിളിച്ച് ചോദിച്ചു, ഏട്ടാ ഉപ്പുമാവ് ആക്കട്ടെ. ഉപ്പുമാവ് വെച്ച് വേറെ എന്താക്കിയാലും കുഴപ്പമില്ല, ഉപ്പുമാവ് വേണ്ട പറഞ്ഞു. അങ്ങനെ ഞാൻ വരുമ്പോഴേക്ക് വേറെ ഒന്നും ആക്കിയില്ല. ബിസ്ക്കറ്റും ചായയും കുടിച്ച് പിന്നെ ഞങ്ങൾ ചോറും തിന്ന് കിടന്നുറങ്ങി. ഏട്ടൻ പിന്നെ ടൗണിൽ തേങ്ങയൊക്കെ വാങ്ങുമ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, തണുപ്പുണ്ട്, പിന്നെ മോൾക്ക് സുഖമില്ല. അപ്പം പോയാൽ ഇനി അധികം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ടും ഉണ്ടായിരുന്നില്ല.
പിന്നെ ഇനിയിപ്പം അലക്കാനുണ്ട്, തുടയ്ക്കാനുണ്ട്, പിന്നെ ചോറും കറിയും വെക്കണം. പിന്നെ നച്ചോക്ക് സുഖമില്ലാത്തതിനെ കൊണ്ട് ഓളെ വയ്യ തന്നെ നടക്കണം. മരുന്ന് കുടിക്കാനാണെങ്കിലും അതേപോലെ ഭക്ഷണം കഴിക്കാനാണെങ്കിലും ഇപ്പം എന്തെങ്കിലും സുഖേട് വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ മെലിഞ്ഞു പോകും. അപ്പം ഈ ഒരു അസുഖം വരുന്ന ടൈമിൽ തന്നെ നല്ലോണം ഭക്ഷണം കഴിപ്പിച്ചാൽ പിന്നെ അസുഖമൊക്കെ മാറുമ്പോഴേക്കും അതേപോലെ തന്നെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒന്നായിട്ട് മെലിഞ്ഞു പോകും. അപ്പം കുറച്ച് ഞാനിങ്ങനെ അധികം വേറെ ഒന്നും നോക്കാണ്ട് അവളെ വയ്യ തന്നെ നടക്കലാണ്. അവളെ കൂടെ കളിക്കാനായാലും ഇപ്പം എന്തായാലും അപ്പുറത്തെ വീട്ടിൽ അധികം ഇപ്പം അങ്ങനെ പോകലില്ല. അവിടെ അവർ പഠിക്കുകയായിരിക്കും. കുഞ്ഞുങ്ങൾ അവർക്ക് എക്സാമും കാര്യങ്ങളൊക്കെയാണ് മാർച്ച് ഫസ്റ്റ് തൊട്ടാൻ തുടങ്ങുക. അവർ പഠിക്കുകയൊക്കെ ആയിരിക്കും. ഇവൾ പോയാൽ പിന്നെ ബുക്ക് എടുത്ത് ഓടലും പെണ്ണെടുത്ത് ഓടലും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇവളെ ഞാൻ അങ്ങോട്ടേക്ക് അങ്ങനെ വിടലില്ല. അപ്പം ഞാൻ ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാ എല്ലാം ആയിട്ടുണ്ട്. കറിയും ഇവിടെ ആയിട്ടുണ്ട്. കറിയൊക്കെ ഒന്ന് പതച്ചപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വറവും ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പാല് ഉച്ചയ്ക്കൊരു 12-1 മണിയൊക്കെ ആവും വരാൻ. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ കട്ടൻ ചായ, ദിവസവും ചായ കുടിക്കലില്ല, എപ്പോഴെങ്കിലുമൊക്കെ കുടിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കട്ടൻ ചായ വെച്ചിട്ടുണ്ട്. ഏട്ടന് ദോശ എടുത്തിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. 3-4 എണ്ണം ഇട്ട് കൊടുക്കും. അത്രയൊന്നും തിന്നൂല. ഞാനിങ്ങനെ എടുത്തിട്ട് കൊടുക്കും. എടുത്തിട്ട് കൊടുത്താൽ ഞാൻ പറയും ബാക്കി വയ്ക്കരുത് എന്ന്. അപ്പോൾ ഞാൻ കുറച്ചടി കൂടിയൊക്കെ അങ്ങ് തിന്നോളും. അല്ലെങ്കിൽ ഏട്ടന് 10-11 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തിയാൽ വിശക്കാൻ തുടങ്ങും. അപ്പോൾ രാവിലെ നല്ലോണം കഴിച്ചു പോയാൽ കുറച്ച് വിശപ്പിനൊക്കെ ഒരു കുറവുണ്ടാവുമല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ഞാൻ ഏട്ടന് ഇതൊന്ന് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏട്ടാ രസമുണ്ടോ? ജനലും അടച്ച മകൾ അടച്ച തുറന്നിട്ട് ബൈ. ചോറ് അങ്ങനെ ഏട്ടൻ ചായയൊക്കെ കുടിച്ച് ഡ്യൂട്ടിക്ക് പോയി. എന്നിട്ട് ഞങ്ങൾ കുറച്ച് സമയം കിടക്കയിൽ വന്നിരുന്ന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ച് വെക്കണം. അകത്തേക്ക് കുറച്ച് വെളിച്ചമൊക്കെ വരാൻ വേണ്ടി കർട്ടനൊക്കെ ഒന്ന് മാറ്റണം. എന്നിട്ട് അവളൊന്ന് പല്ലൊക്കെ തേപ്പിച്ച് അവൾക്ക് ചായയൊക്കെ കൊടുത്തിട്ട് വേണം എനിക്ക് ബാക്കി പരിപാടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. കുറേ പണിയുണ്ടെന്ന്. സാമ്പാർ വയ്ക്കുന്നതിനെ കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നിനും പോകാൻ പറ്റില്ല. എനിക്ക് സാമ്പാർ വയ്ക്കുന്ന ദിവസം കുറച്ചധികം പണിയുള്ള പോലെ ഉണ്ടാവുക. വേറെ എന്തെങ്കിലും കറിയൊക്കെ അയച്ചാൽ പണിയൊക്കെ പെട്ടെന്ന് അങ്ങ് തീരും. പക്ഷേങ്കിൽ സാമ്പാറാകുന്ന ദിവസം കുറച്ചധികം തന്നെ സമയം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരും. അപ്പം ഞാൻ അവളൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ചു വേഗം അരിക്ക് വെള്ളം എടുത്ത് വെക്കാമെന്ന്. പിന്നെ ഇതിപ്പോൾ ബാക്കി വന്നിട്ടുള്ള മാവൊക്കെ എടുത്തിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. പിന്നെ അരിക്ക് വെള്ളം ഇടണം. അരിക്ക് വെള്ളം ഇട്ട് കഴിഞ്ഞ് അവളെ പല്ല് തേപ്പിച്ചാൽ ആ 2 പണിയും കൂടെ അവിടെ അങ്ങ് കഴിയും. ബാക്കിയുള്ള മാവ് എടുത്തിട്ട് ഞാൻ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് സാമ്പാർ വയ്ക്കുന്നതിനെ കൊണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് കൊണ്ടുവരണം. അധികം കഷ്ണവും കാര്യമൊന്നും ഇല്ല കേട്ടോ. ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചേനയൊന്നുമില്ല, ചേനയില്ല. മുരിങ്ങാക്കായ ഒരു കഷ്ണം, മുരിങ്ങാക്കായ ഒരു അതുതന്നെ ചുക്കിച്ചുള്ളി ഞങ്ങൾ എത്തീനി. അപ്പോൾ ഈ ഒരു മുരിങ്ങാക്കായ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അരിക്ക് വെള്ളം ഇട്ടിട്ടുണ്ട് വേഗം. അതിൻ്റെ ഇടയ്ക്ക് അവൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അവൾക്ക് പാവാട ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇടുന്ന ഒരു പാവാട തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ കേട്ടോ. കുറച്ച് കഷ്ണങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കഷ്ണങ്ങൾ വെച്ചിട്ട് ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇതൊക്കെ ഒന്ന് മുറിച്ചിടണം. എന്നിട്ട് കുറച്ച് പരിപ്പ് കഴുകിയിട്ട് അതും കൂടെ വെച്ചിട്ട് വേണം അവൾക്ക് ചായ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവളെ ഞാൻ പല്ലൊക്കെ തേപ്പിച്ചിട്ടുണ്ട്. ഇതൊന്ന് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അവൾക്കുള്ള ചായ കൊടുക്കാം. ഇപ്പോൾ ചായ ഒക്കെ കൊടുത്ത് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ പരിപ്പ് വേവും. പരിപ്പിന് അധികം വേവൊന്നുമില്ല, ഒരു 1-2 വിസിൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അരി വേവുമ്പോഴേക്ക് തന്നെ ബാക്കി കുറച്ച് അവളെ ചായയൊക്കെ കൂടിയൊക്കെ കഴിയും. അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ഗർഭ ഡാൻസ് വെക്കണം എന്ന് പറഞ്ഞിട്ട് അത് ടി വിയിൽ വെച്ച് കൊടുത്തതാണ്. എൻ്റെ ഒരു ഷാളൊക്കെ എടുത്തിട്ട് ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ. ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ വേഗം അങ്ങ് കഴിച്ചോളും. ഇല്ലെങ്കിൽ ഞാൻ ഇതും കൊണ്ട് ഒരു 1.5 മണിക്കൂർ ഇരിക്കേണ്ടി വരും.
അപ്പോൾ ഇത് വെച്ച് കൊടുത്തതിനെ കൊണ്ട് ഞാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം അങ്ങ് തിന്നും. എൻ്റെ അടുത്ത് പ്ലേറ്റ് അവിടെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് ഞാൻ ചായയൊക്കെ കൊടുത്ത് കഴിഞ്ഞ് മൂക്കൊക്കെ കഴുകിച്ചാണ്. ഇനിയിപ്പം മരുന്ന് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതും കൊണ്ട് ഞാൻ കുറേ സമയം വയ്യെത്താൻ ഓടേണ്ടി വരും. അപ്പം മരുന്ന് കൊടുക്കുന്നവരുള്ള ഓട്ടവും ചാട്ടവും ഒക്കെയാണിത്. ഇടയ്ക്ക് അങ്ങ് കുടിച്ചോളും, ഇടയ്ക്ക് ഇതേപോലെ ഞങ്ങൾ കളിപ്പിച്ചാളി. 2-3 തരം മരുന്നൊക്കെ ഉണ്ട്. അപ്പം അതിന് കൊടുക്കണം. 2-3 എണ്ണം കുടിക്കുമ്പോഴല്ലേ കുറേ സമയം അങ്ങനെ കളിപ്പിക്കും. ഒന്നൊക്കെ ആകുമ്പോൾ വേഗം കുടിച്ചോളൂ. ഇത് 3-4 എണ്ണം ഉള്ളതിനെ കൊണ്ട് 3-4 പ്രാവശ്യം ഞാൻ അവളെ വയ്യത്തന്നെ 2-3 റൗണ്ട് ഓടേണ്ടി വരും. ഒരു കണക്കിന് ഞാൻ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ തേങ്ങ രാഗി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും അതേപോലെ തന്നെ ഉലുവയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. വറുത്ത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ കായം ഇട്ട് കൊടുക്കും കേട്ടോ. കായത്തിൻ്റെ പൊടിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇപ്പം പുതിയതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് തോന്നി. ഞാൻ കഴിഞ്ഞ ഡിമാർട്ടിൽ പോയപ്പം അവിടെ കണ്ടപ്പം പുതിയ വാങ്ങിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല. ഇനി അപ്പോഴത്തേക്ക് പരിപ്പൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം ഈ ഒരു സാമ്പാറിൻ്റെ കഷ്ണം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിട്ടിട്ട് ഒരു വിസിലടിക്കണം. ഒരു വിസിൽ വേണമെന്നൊന്നുമില്ല. ഒരു വിസിലടിക്കുമ്പം തന്നെ ചിലപ്പം കഞ്ഞിയായി പോകും, ഇളയ വെണ്ടയൊക്കെ ആകുമ്പോൾ. അപ്പം തേങ്ങ വറുത്തെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കട്ട കെട്ടിപ്പോയിട്ടാണോ എന്നറിയില്ല. ഈ ഹോൾസിലൂടെ വരുന്നില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് കത്തിയെടുത്ത് മുറിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിലത്തത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇത്രയും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അത് ഞാൻ മുഴുവനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ടൊന്ന് വറുത്ത് ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. പിന്നെ ഞാൻ കഷ്ണം കാബേജ് എടുത്തിട്ടുണ്ട്. കാബേജ് ഉപ്പേരി വെക്കണം. പിന്നെ തൈരുണ്ട്. അത്രയും ആയാലും ഏട്ടനുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി എന്ന് പറയാം. ഏട്ടനുള്ള ചോറും കറികളായാൽ തന്നെ എനിക്ക് പകുതി പണി കഴിഞ്ഞു. പിന്നെ തിരുമ്പാനും തുടയ്ക്കാനേ ഉള്ളൂ. അത് പിന്നെ വേഗം കഴിയുമെന്ന് വിചാരിക്കുക. തിരുമ്പാൻ കുറച്ചൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ വേഗം കഴിയും. സോപ്പും പൊടീൻ്റെ അകത്ത് ഇട്ട് കുതിർത്ത് വെച്ച് വേഗം കലക്കിയെടുക്കാൻ പറ്റും. പിന്നെ അധികം അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഇവിടെ നിന്ന് എന്ത് പണി എടുക്കുന്നത്. പിന്നെ അവളും ആണെങ്കിൽ മണ്ണിലൊന്നും കളിക്കാനും പോകുന്നില്ല. ഡ്രസ്സിലൊന്നും അധികം അഴുക്കില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അലക്കലൊക്കെ കഴിയും. പിന്നെ എനിക്ക് തുടയ്ക്കാൻ കുറച്ചൊരു പണിയുള്ള പോലെയാണേ. തേങ്ങ ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഏട്ടൻ്റെ ചോറ് എടുത്ത് വെക്കുന്നതാണ്. അവൾ പിന്നെ ഫോൺ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു. ഫോണിൽ ഇത് കാണണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇതൊന്നും വെക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഫോണിൽ ഇത് വെച്ച് കൊടുത്ത് കാർട്ടൂണ്. അപ്പോഴത്തേക്ക് സാമ്പാറായിട്ടുണ്ട്. സാമ്പാറിന് എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട് കേട്ടോ. വലിയൊരു ടേസ്റ്റ് ഒന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പോൾ ഞാൻ സാമ്പാർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിയും അതേപോലെ ഒരു കക്കിരി മുറിച്ചിട്ട് അതും കൂടെ ഒരു വെട്ടത്തിലൊന്ന് കഷ്ണാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ തൈരിൻ്റെ അകത്തേക്ക് ഒരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഏട്ടൻ്റെ ചോറായി. ഇതിപ്പം ഒന്ന് താഴെ കൊടുക്കണം. താഴെ കൊടുത്ത് കഴിയുമ്പം താഴേന്ന് ഇങ്ങോട്ടൊക്കെ ഒന്ന് കയറി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. കാരണം അവൾ ഈ ഒരു ഗാർഡനിലേക്ക് പോയി ഒന്ന് ഊഞ്ഞാലൊക്കെ ആടിയിട്ട് വേണം തിരിച്ചിങ്ങോട്ട് വരാൻ. ഇപ്പം നല്ല വെയിലുണ്ട് അവിടെ. വെയിലിന് ചൂടില്ലെങ്കിലും നല്ല വെയിലുണ്ട് ഈ ഒരു ഗാർഡൻ്റെ അവിടെ പ്രത്യേകിച്ച് വലിയ മരങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട്. അതുകൊണ്ട് എനിക്ക് പേടി അവളെയും കൊണ്ട് ഇപ്പം പുറത്തേക്ക് പോകാൻ. ഈ ഒരു സൗണ്ട് മാറിയിട്ടുണ്ട്. പിന്നെ തൊണ്ടയിൽ ഇങ്ങനെ കഫക്കെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെയിലത്ത് കൊണ്ടുപോകാൻ എനിക്ക് ചെറിയൊരു പേടിയാണ്. ഏട്ടൻ അറിഞ്ഞിട്ടുണ്ട്. ഏട്ടൻ എന്നോട് പറയുമോ പോകുമ്പോൾ ഇഞ്ഞോളെ കൂട്ടുണ്ട്, ഓളെ അപ്പുറത്തെ വീട്ടിലാക്കിയിട്ട് താഴേക്ക് പോയാൽ മതി എന്ന്. അവളാണെങ്കിൽ ഈ ഒരു പാത്രവും ഞാൻ എടുത്തു വെക്കുന്നൊന്നും കണ്ടാൽ പിന്നെ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയ തൈരാണ്. അപ്പോൾ ഞാൻ ഇതൊന്നും കുറച്ചെടുത്ത് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ആകുമ്പം നല്ലൊരു മണമൊക്കെ ആയിരിക്കും. ഏട്ടന് ഇഷ്ടമാണ് ഇഞ്ചി ചതച്ചിട്ടിട്ട് ഈ ഒരു തൈര് കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കൂടെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വേണം താഴോട്ട് പോകാൻ വേണ്ടിയിട്ട്. ബാക്കി പണിയൊക്കെ വന്നിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പോകുന്നതിന് മുമ്പ് പാത്രം കഴുകിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് ഞാൻ. അത് തുടച്ചിട്ടാൽ പിന്നെ വന്നാൽ പിന്നെ എനിക്ക് തിരുമ്മാനും തുടയ്ക്കാൻ ബാക്കി അകവും കൊലയൊക്കെ തുടയ്ക്കാനുണ്ടാവും. അടുക്കളയിലേക്ക് പിന്നെ വരേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ തിരിച്ച് പോയി വന്നിട്ട് വേണ്ടി വരും ഈ ഒരു ഇവിടെയൊക്കെ തുടച്ചിട്ട് പാത്രമൊക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട്. ഒരു ഇത്തിരി സമയം അവിടെ കിട്ടിയപ്പോൾ ഞാൻ വേഗം പാത്രമൊക്കെ ഒന്ന് കഴുകി അങ്ങോട്ടേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസും ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് ചോറ് കൊടുക്കാൻ പോകാമെന്ന് വിചാരിച്ച്. ഇല്ലെങ്കിൽ ഞാൻ വന്നാൽ പിന്നെ അവൾക്ക് ഉറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പണിയെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നുണ്ട് അമ്മേനും അച്ഛനും ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം കൂടെ ഒന്ന് പിടിച്ച് നിപ്പിച്ചത്. അപ്പോൾ നമുക്ക് പപ്പയ്ക്ക് ചോറ് കൊടുത്ത് വന്നിട്ട് ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞവരെ.
കുറച്ച് അവിടെയും പിടിയൊക്കെ ആയിട്ട് നിന്ന് ചിണുങ്ങി കളിക്കുന്നുണ്ട്. ഒന്നാമത് സുഖമില്ലാത്തതിനെ കൊണ്ടായിരിക്കും ചിണുങ്ങി കളിക്കുന്നുണ്ട്. ഏട്ടൻ്റെ ചോറ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ഇതൊക്കെ മുറിച്ച് വെച്ചിട്ടുള്ള വേസ്റ്റൊക്കെ ഒരു കവറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ തുടച്ചിട്ടുണ്ട്. പിന്നെ ഒരു സാമ്പാർ വെച്ച് ഉപ്പേരി വെച്ച് പാത്രമൊക്കെ ഉണ്ട്. അതുമാത്രമേ ഉള്ളൂ കഴുകാൻ. അതൊന്ന് കഴുകണം. പിന്നെ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പോവാണ് കേട്ടോ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹായ് ഇപ്പം അതാക പറ. അങ്ങനെ താഴെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ബസ്സിൽ ഡ്രൈവർ വന്നിക്കുമെന്നൊന്നും അറിയില്ല. ഞാൻ സമയമൊന്നും നോക്കാണ്ട് താഴോട്ട് വന്നത്. ഡ്രൈവർ ഉണ്ടാവില്ല, സെക്യൂരിറ്റീൻ്റെ അടുത്ത് കൊടുത്തിട്ട് വേണം തിരിച്ച് വരാൻ. അങ്ങനെ നല്ല ടൈറ്റുള്ള എപ്പോഴോ ഉള്ള കുപ്പായാണ് ഇട്ടത്. ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് തന്നെ ഇട്ട് കൊടുത്ത്. അപ്പം ബസ്സിൻ്റെ അടുത്തേക്ക് പോയി നോക്കുന്നു. ബസ്സിൻ്റെ ഡോർ അടച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളതൊക്കെ കൊടുത്ത് വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്ന് അവൾ ഉറങ്ങി. ഇനിയിപ്പോൾ അവൾ എണീക്കുമ്പോഴേക്കെങ്കിൽ തുടയ്ക്കുകയും ഒക്കെ ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാണ്ട് പോകരുതേ. ഒരു ലൈക്കാണ് ചെയ്തിട്ട് ആർക്കും ഒരു നഷ്ടമില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ. സീ യു.